അഖിലേട്ടൻ അഖിലേട്ടനാരാണ് അഖിലേട്ടാ ഊക്കിട്ടു എന്നൊക്കെ പറയണ്ടല്ലോ. തൊപ്പി എന്ന് പറഞ്ഞിട്ടൊരു കേടി അഖിലേട്ടന് ഊക്കിട്ടുന്നോ, അഖിലേട്ടൻ കണ്ടം വണ്ടി ഓടിന്നോ ഒക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ. സത്യമാണത്. അഖിലേട്ടനില്ലാണ്ട് വേട്ടവിളിയന്മാരെ കോൾ എടുക്കുമോ? ഇതിപ്പോൾ എന്തിപ്പോൾ ഉണ്ടായേ? ഫുൾ എയറില. അയ്യോ നമ്മളിങ്ങളൊരു സംഭവം എന്നല്ല വിചാരിച്ചേ. ഈ വേട്ടോളിയന്മാർക്കൊക്കെ ഊക്കി വിടാൻ പറ്റുന്ന മുതലാണ് നിങ്ങളിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പിള്ളേരൊക്കെ എടുത്തിട്ട് മേയുമല്ലോ. ഇപ്പൊ ശോഭ പറഞ്ഞ പോലെ ഗഫ് ശോഭ വെറുതെ തന്നാണ്. എന്തൊക്കെ തള്ളല്ലേ. അല്ലേട്ടൻ കാര്യം ചെയ്യട്ടാ, കുറച്ച് നാളിന് ഫോണൊന്നും എടുക്കണ്ട. ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാലേ പിള്ളേര് പിന്നെയും ഊക്ക് വിളിക്കും. ഇപ്പൊ തൊപ്പി കുറച്ച് കഴിഞ്ഞിട്ട് കപ്പും പാലും പടയൊക്കെ കയറി വരും. കുറെ വേട്ടോളിയും വേണ്ട ജാതി എറണാകുളത്ത് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ വേട്ടോളിയന്മാരുണ്ട്. അവരൊക്കെ വൈകിട്ട് വന്നിട്ട് വലിച്ചിട്ട് കയറും. ശോഭേന്ന് വിളിച്ച് കരയുന്ന പോലെ അല്ലല്ലേ. പിള്ളേർ വന്നാൽ കുടുങ്ങൂല്ലേ. പിള്ളേര് ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളട്ടാ. പഴയ കൊച്ചി എന്നല്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോ എന്താ 6-ാം തമ്പുരാനത്തെ ഡയലോഗ് കളിക്ക് വീശലിക്കുണ്ടായിരുന്നില്ല. ഇതെല്ലാം നടന്ന ഇല്ല. പഴയ നമ്പറൊന്നും കണ്ട് പിടിക്കണില്ലല്ലേ. അപ്പോഴേ ഇനി ഫോൺ നിൽക്കണ്ടട്ടാ, ശ്രദ്ധിച്ചിട്ട് കരുക്കൾ നീക്കണം. ഏത് അതന്നെ. അല്ലെങ്കിൽ വേട്ടാളിയന്മാർ ഇനിയും വന്ന് വലിച്ചിട്ട് കീറും. അല്ല മനസ്സിലായ എന്തായി മൊത്തം അറിയില്ലേ. ശോഭച്ചി പറഞ്ഞ പോലെ ശോഭച്ചി വെറുതെ തന്ന കഫാന്ന് തോന്നുന്നുണ്ട് അത്. അന്ന് ശരിട്ടാ. എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും ഓലക്കില മൂടും തല്ലി മറക്കിയിടുന്ന അങ്ങോട്ട് കിടന്നിട്ട്. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ തോന്നിയിരിക്കും എവിടെയോ കുറച്ച് അഹങ്കാരം മാരാർക്കില്ലേന്ന് ഇല്ലേ. ചെണ്ടയും കൊട്ടിട്ടാ സോഷ്യൽ മീഡിയ നടക്കണേ. ആരാരിതൊക്കെ വല്ല അറിയണ്ട. അതിലേട്ടൻ ടൺ 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 ടൺ